എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ ടോപ്പിക്ക് കാണാൻ പോവുകയാണ്. അത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തന്നൊരു സംഭവമാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ഡിവൈസുകളിലേക്കൊക്കെ ചുരുക്കാൻ, ഇലക്ട്രോണിക്സിന് ചുരുക്കാൻ സാധിച്ചത് നമുക്ക് ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടേഴ്സ് കണ്ടുപിടിച്ചതോടെയാണ്. അപ്പോൾ എന്താണ് ഈ സെമി കണ്ടക്ടേഴ്സ് ഇത്രയധികം നമുക്ക് കാര്യങ്ങളെ ചുരുക്കാനും അതൊക്കെ ഇത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്ക് തന്നത്? ഒരു വലിയൊരു കമ്പ്യൂട്ടേഷൻ സിസ്റ്റത്തിൽ നിന്നും ചെറിയൊരു മിനിയേച്ചറൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള മോഡ്യൂളുകൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ, ബിക്കോസ് സിലിക്കൺ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. സിലിക്കണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലിക്കണിനെ നമുക്ക് വേണമെങ്കിൽ അതൊരു ഇൻസുലേറ്ററാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് കണ്ടക്ടറാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കണ്ടക്ടറും അല്ല ഇൻസുലേറ്ററും അല്ലാത്ത രീതിയിലുള്ള ഏത് കണ്ടക്ടിവിറ്റി ലെവലിലും ഉള്ള മെറ്റീരിയലാക്കി ഒറ്റ വസ്തുവിനെ തന്നെ മാറ്റാം. അതായത് സിലിക്കണെ തന്നെ പല ലെവൽസ് ഓഫ് കണ്ടക്ടിവിറ്റിയിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യാം എന്നുള്ള ആ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സിലിക്കണെ ഇത്ര ഒരു വണ്ടർഫുൾ മെറ്റീരിയലാക്കി മാറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടക്ടർ വേണമെങ്കിൽ നമ്മൾ മെറ്റൽ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു. ഇൻസുലേറ്റർ വേണമെങ്കിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ സിലിക്കൺ വെച്ചിട്ട് നമുക്ക് ഇൻസുലേറ്ററും ഉണ്ടാക്കാം, കണ്ടക്ടറും ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിലുള്ള ഏതൊരു കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലിനെയും ഒറ്റ വസ്തു കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സിലിക്കൺ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലേനാർ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റ ഐസി തന്നെ, നമുക്ക് ഒറ്റ സിലിക്കണിൻ്റെ വേഫറിൽ തന്നെ നമുക്ക് എന്ത് സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബോർഡിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് രണ്ട് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ആണുള്ളത്. അതായത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് വെച്ച് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സിനെ എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. അപ്പോൾ അത് സിലിക്കണും ജെർമേനിയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലിക്കണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൻ്റെ അകത്ത് 1 2 3 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ജെർമേനിയത്തിനും അങ്ങനെ തന്നെ. ടോട്ടൽ ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിലും ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ആ 4 ഇലക്ട്രോൺസ് മാത്രമായിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് സിലിക്കണും ജെർമേനിയും ഉള്ളത്. അപ്പോൾ ഈ 4 എണ്ണം മാത്രമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഈ എല്ലാ ആറ്റത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഒക്ടറ്റ് ഫോം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കില്ല. ഒക്ടറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ അകത്ത് 8 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ആ ഒക്ടറ്റ് എന്ന് പറയുന്ന സംഭവം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പെയറപ്പ് ചെയ്യും. അതായത് ഒരു സിലിക്കൺ ആറ്റം ബാക്കി 4 സിലിക്കൺ ആറ്റവുമായിട്ട് ജോയിൻ ചെയ്ത് പെയറപ്പ് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ടുകൾ സൃഷ്ടിച്ച് അതുവഴി ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ഈ സിലിക്കണിൻ്റെ ഒരു ഇലക്ട്രോണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കിട്ടും. അത് രണ്ടുപേർക്കും തുല്യ അവകാശത്തിൽ അങ്ങ് നിൽക്കുകയാണ്. അതാണ് കോവാലന്റ് ബോണ്ട്. അതേപോലെ ഇവിടെയും. അപ്പോൾ നടുക്കിരിക്കുന്ന സിലിക്കണ് മൊത്തത്തിൽ 8 ഇലക്ട്രോൺസിൻ്റെ ഒരു എഫക്റ്റ് അനുഭവവേദ്യമാകും. അതേപോലെ തന്നെ ഈ സിലിക്കണ് ഇപ്പുറത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ 4 എണ്ണം ചുറ്റിനുണ്ടാവും. അതുകൊണ്ട് തന്നെ 8 ഇലക്ട്രോൺസിൻ്റെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഈ സെമി കണ്ടക്ടറിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എന്തായാലും ഒരു എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്റ്റ് ഉണ്ട്. എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിച്ചാൽ മാത്രമേ ആ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായി മാറുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഇൻസുലേറ്ററിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യാത്തത്? കാരണം അതിനകത്ത് ഫ്രീ ആയിട്ട് ഓടി കിടക്കുന്ന ഇലക്ട്രോൺസ് ഇല്ല. ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഈ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ആറ്റത്തിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിന് ഒരാറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലേക്ക് ചാടാനുള്ള അത്രയും ഊർജ്ജം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് തന്നെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേറ്ററിൽ കൂടി, അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളിൽ ഇൻസുലേറ്ററാണ്, അപ്പോൾ അതിൽ കൂടി ഒന്ന് കണ്ടക്ട് ചെയ്യൂല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇൻസുലേറ്റർക്കുള്ളത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു എനർജി ഉണ്ട്. അതാണ് വാലൻസ് ബാൻഡ് എനർജി എന്ന് പറയുന്നത്. ആ വാലൻസ് ബാൻഡ് എനർജിയിൽ കുറച്ച് എനർജിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ആ ഒരു ബാൻഡ് പൊട്ടിച്ച് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരും. ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ പ്രത്യേകത
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൽ ഉടനീളം അതിന് ആ കണ്ടക്ഷൻ ബാൻഡിൽ ഓടി നടക്കാൻ സാധിക്കും. അപ്പോൾ അത് ഫ്രീ ആകും, ഫ്രീ ഇലക്ട്രോണായി മാറും. അപ്പോൾ അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലൂടെ ഇതിന് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ബാൻഡിൽ നിന്നുള്ള അകലം, അതിനാണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആ എനർജി ബാൻഡ് ഗ്യാപ്പ് വളരെയധികം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 5.5 ഇലക്ട്രോൺ വോൾട്ടാണ് ഈ പറയുന്ന ഡയമണ്ടിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, എനർജി ബാൻഡ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ അത്രമാത്രമൊക്കെ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഒരു കാരണവശാലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ സാധിക്കാതെ വരും, ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് വളരെ വലുതായതുകൊണ്ട്. അതേസമയം ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടി ഓവർലാപ്പ് ചെയ്ത് കിടക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ ചിലപ്പോൾ കണ്ടക്ഷൻ ബാൻഡിലും കാണും, കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലും കാണും. ചുരുക്കത്തിൽ അവർ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. അധികം കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അതിനെ പിടിച്ച് ചുറ്റുവിട്ട് കറക്കുകയാണ്. അത് കിടന്ന് ഇങ്ങനെ ആ ക്രിസ്റ്റൽ ലാറ്റിസിലൂടെ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലേക്ക് ഇങ്ങനെ ചാടി കളിക്കും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റാൻഡമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിരിക്കും അവർ. അപ്പോൾ അതാണ് നമ്മളുടെ മെറ്റലിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു കണ്ടക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശ്രയിക്കേണ്ട ഒരാളാണ് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം എന്ന് പറയുന്ന സെമി കണ്ടക്ടേഴ്സിലേക്ക്. അപ്പോൾ ഈ സിലിക്കൺ ജെർമേനിയം സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് ഒരുപാട് വലുതുമല്ല, എന്നാൽ കുഴഞ്ഞു കിടക്കുകയുമല്ല, ഇടയിലായിട്ട് കിടക്കുന്ന ഒരു ബാൻഡ് ഗ്യാപ്പാണുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജെർമേനിയത്തിന് 0.67 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ് ജെർമേനിയത്തിനുള്ളത്. അതുപോലെ സിലിക്കൻ്റെ കേസിലാണെങ്കിൽ 1.11 ഇലക്ട്രോൺ വോൾട്ടാണ് സിലിക്കനുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് സെമി കണ്ടക്ടേഴ്സൊക്കെ ഉണ്ട്. ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ആണെങ്കിൽ 2.26 ഇലക്ട്രോൺ വോൾട്ട്, 1.43 ഇലക്ട്രോൺ വോൾട്ട്, ഓൾമോസ്റ്റ് ഇവരൊക്കെ ഓരോ റേഞ്ചിലൊക്കെയാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡയമണ്ടിൻ്റെ 5.5 ഇലക്ട്രോൺ വോൾട്ടാണ്. അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന അതും ഒരു ഇൻസുലേറ്ററാണ്. സിലിക്കൺ ആണ് അതിൻ്റെ അകത്തുള്ള ബേസിക് സാധനമെങ്കിലും സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസുലേറ്ററാണ്. സിലിക്കണെ നമ്മൾ ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്താൽ ഇറ്റ് ബിക്കം സിലിക്കൺ ഡയോക്സൈഡ്, അതൊരു ഇൻസുലേറ്ററാണ്. ആൻഡ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ് ഈസ് 9 ഇലക്ട്രോൺ വോൾട്ട്, വളരെ വലിയൊരു എനർജി ബാൻഡ് ഗ്യാപ്പാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ എനർജി ബാൻഡ് ഗ്യാപ്പാണ് ഇതിനകത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവം. ആ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ എനർജി ബാൻഡ് ഗ്യാപ്പിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഒരു മെറ്റീരിയലിനെ കണ്ടക്ടറായിട്ടും ഇൻസുലേറ്ററായിട്ടും സെമി കണ്ടക്ടറായിട്ടെല്ലാം നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെമി കണ്ടക്ടറിൽ തന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. എന്താണ് ഈ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു കോവാലൻ്റ് ബോണ്ട് സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് ഒരു സിലിക്കൺ ആറ്റത്തിന് 8 ഇലക്ട്രോൺസിനെ അനുഭവവേദിയാകും എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മളൊരു സിലിക്കണ് പകരം നമ്മളൊരു പെൻഡാവാലൻ്റ്, ഇതിപ്പോൾ ഒരു 4 ഇലക്ട്രോൺസ് ഉള്ള ഒരു മെറ്റീരിയലാണല്ലോ നമ്മുടെ സിലിക്കൺ എന്ന് പറയുന്നത്. നമ്മളൊരു പെൻഡാവാലൻ്റ്, അതായത് 5 ഇലക്ട്രോൺസ് പുറത്തുള്ള ഒരു മെറ്റീരിയലിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ആറ്റത്തെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് പറ്റും? അതും പെയറാവും. ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസുമായിട്ട്, സിലിക്കണിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസുമായിട്ട് പെയറാവും. 4 എണ്ണം വെച്ചിട്ട് പെയറാവും. അതിന് 5 എണ്ണം ഉണ്ട്, അതിൽ 4 എണ്ണം വെച്ച് പെയറാവും. ഒരെണ്ണം അവിടെ ബാക്കി വെക്കും എക്സസ് ആയിട്ട്. അവൻ്റെ പുറത്ത് ഇവരൊന്നും അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹീസ് എ ഫ്രീ ഇലക്ട്രോൺ. അയാൾ ഇങ്ങനെ പറന്ന് കളിച്ചിങ്ങനെ നടക്കും. അപ്പോൾ അതായത് ഇതിന് ഓൾറെഡി ഒരു കണ്ടക്ടിവിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ അഡീഷണലി ഒരു ഇലക്ട്രോണും കൂടി കയറി വന്നേക്കൊണ്ട് അവൻ കുറച്ചുകൂടെ കണ്ടക്റ്റീവ് ആവും. അപ്പോൾ മൊത്തം ഈ ഒരു സ്ട്രക്ചർ, സിലിക്കണിൻ്റെ ലാറ്റിസ് സ്ട്രക്ചറിൻ്റെ അകത്ത് കണ്ടക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊട്ടും തൊഴിച്ചും ഓരോ അഡീഷണൽ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ആ പരിപാടിയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എൻഹാൻസ് ചെയ്യും, ഐദർ ബൈ യൂസിങ് എൻ ടൈപ്പ് മെറ്റീരിയൽ ഓർ പി ടൈപ്പ് ഡോപ്പൻസ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ആ ഡോപ്പൻസ് വെച്ചിട്ട് നമ്മൾ പി ടൈപ്പ് എൻ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാക്കും. പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ ട്രൈവാലൻ്റ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് മാത്രമുള്ള എലമെൻസിന് എടുത്തിട്ട് ഇതിന് പകരം ഏതെങ്കിലും ഒരു സിലിക്കൺ ആറ്റത്തിന് പകരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് പകരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആബ്സെൻസ് ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. മൊത്തം 7 ഇലക്ട്രോൺസ് ഇവിടെ ഉള്ളൂ.
ഒരു ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ. ആ ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥയാണ് നമുക്ക് ഹോൾ എന്ന് വിളിക്കുക. അപ്പോൾ ആ ഹോളിനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് കണ്ടക്ട് ചെയ്യിക്കാം. അപ്പോൾ അതൊരു പി ടൈപ്പ് മെറ്റീരിയൽ എന്നാണ് അതിനെ വിളിക്കുക. കാരണം അതിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടിക്കഴിഞ്ഞാൽ ആ ഹോൾ ഇപ്പുറത്തേക്ക് ചാടുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു വോൾട്ടേജ് അപ്ലൈ കഴിഞ്ഞാൽ ഈ ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണമായിട്ട് കാണാൻ പറ്റും. ആ വോൾട്ടേജിന് ക്രോസ് ആയിട്ട് ഈ ഹോൾസ് അതിനോട് അനുബന്ധമായിട്ട് അലൈൻഡ് ആയിട്ട് മൂവ് ചെയ്യണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എക്സസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തനത് സെമി കണ്ടക്ടർ, സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ മാത്രമേ ഉള്ളൂ, ജർമേനിയം ആണെങ്കിൽ ജർമേനിയം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്, അഥവാ പ്യുവർ ആയിട്ടുള്ള സാധനമാണ്. അതേസമയം നമ്മളൊരു കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും, സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒരു പർട്ടിക്കുലർ തോതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ആൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ഡോപ്ഡ് സെമി കണ്ടക്ടർ ഓർ ഇമ്പ്യൂർ സെമി കണ്ടക്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്, പി ടൈപ്പും ആകാം എൻ ടൈപ്പും ആകാം. അങ്ങനെ 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പി ടൈപ്പിൻ്റെ അകത്ത് ഹോൾസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഹോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഹോൾ. ഒരു ഇലക്ട്രോൺ വേണ്ടുന്ന സ്ഥലത്ത് ഇലക്ട്രോൺ ഇല്ലാതെ വരുന്ന അവസ്ഥേനെയാണ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ അഥവാ ഹോൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് കൂടുതലുള്ള അവസ്ഥയിൽ ആ മെറ്റീരിയലിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോൺ കൂടുതലുള്ള 5 ഇലക്ട്രോണിനുള്ള ഒരു മെറ്റീരിയലാണ് കൊണ്ടുവന്ന് ഇടണമെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ എക്സസ് വരും. അതിനെ നമുക്ക് എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് വിളിക്കാം, കാരണം അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഈ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എലമെൻ്റൽ സെമി കണ്ടക്ടർ, കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം സിലിക്കണും ജർമേനിയും എല്ലാം എലമെൻറ്റ്സ് ആണ് അല്ലേ. അതിലൊരൊറ്റ ടൈപ്പ് ആറ്റമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സിലിക്കൻ്റെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി സിലിക്കൺ, ജർമേനിയത്തിൻ്റെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ജർമേനിയം. അപ്പോൾ അങ്ങനെയുള്ളതിനെ എലമെൻ്റൽ സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. ഒരു പർട്ടിക്കുലർ ആറ്റം വെച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം ഗാലിയം ആർസനൈഡ് അതൊരു സെമി കണ്ടക്ടറാണ്, പക്ഷേ ഇറ്റ് ഇസ് എ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ അധികമോ എലമെൻറ്റ്സ് ചേർന്നിട്ടുണ്ടായിട്ടുള്ള കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് അത് സെമി കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമ്മളുടെ എലമെൻ്റൽ സെമി കണ്ടക്ടറിൽ വരില്ല, എന്താണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടറായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് എലമെൻ്റൽ ആൻഡ് കോമ്പൗണ്ട്. എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ പുറത്ത് ടെമ്പറേച്ചറിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുന്ന കൂടി നോക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ദി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സെമി കണ്ടക്ടേഴ്സ്. അത് 4 കാര്യങ്ങളുണ്ട് സെമി കണ്ടക്ടേഴ്സിന്, 4 പ്രോപ്പർട്ടീസ് ഉണ്ട് സെമി കണ്ടക്ടേഴ്സിന്. ആ 4 പ്രോപ്പർട്ടീസിനെ എങ്ങനെ ബാധിക്കുന്നു നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്. അത് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എൻ്റെ കയ്യിലൊരു സെമി കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോരം ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ഈസ് മെഷേർഡ് അറ്റ് എ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുക. റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ഇത്ര ഇലക്ട്രോൺസ് ഇത്ര ഹോൾസ് ഉണ്ടാവും നമ്മൾ പറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും അതിൻ്റെ വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ നേരെ ചാടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കാരണം അതിന് എനർജി കിട്ടി. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ആ എനർജി സ്വീകരിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും? അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും. അതേസമയം അതിനെന്താ ഉണ്ടാവും? അതിൻ്റെ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്യുക. അതായത് ഇറ്റ് ഫീൽസ് ആൻ ആബ്സെൻസ് ഇൻ ദ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിൽ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് ആബ്സെൻസ് ഇസ് കോൾഡ് എ ഹോൾ. ആൻഡ് ദാറ്റ് ഹോൾ ഈസ് ഫോംഡ് ഇൻസൈഡ് ദ വാലൻസ് ബാൻഡ്, whereas the previously held electron inside the valence band jumps into the conduction band. കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടുന്നു. ആ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിയ ഇലക്ട്രോൺ മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമുക്കൊരു ആബ്സെൻസ് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് ആബ്സെൻസ് ഇസ് കോൾഡ് എ ഹോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഇലക്ട്രോൺ ഹോൾ പെയറുകൾ കൂടും. ഇലക്ട്രോൺ ഹോൾ പെയറുകൾ കൂടുമ്പോൾ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനും കൂടുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സംഭവം വെച്ചാൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ദാറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ കോവാലന്റ് ബോണ്ട് ഇൻ എ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഒരു കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ എനർജീനെ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെ. ഈ ഒരു ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ആ എനർജി നമ്മൾ
സപ്പോസ് നമ്മൾ ഈ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ എനർജി ഗ്യാപ്പ് ചുരുങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ പറയുന്ന ആറ്റത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ആവും. ആ മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എക്സ്പാൻഡ് ആവും. ചൂടടിക്കുമ്പോൾ എക്സ്പാൻഡ് ആവില്ലേ, അതുപോലെ എക്സ്പാൻഡ് ആയിട്ട് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ആ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കുറയുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ അധികം എനർജി ആവശ്യമില്ല ഒരു വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാൻ. അതായത് ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഉണ്ടാകാൻ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ നടക്കാനായിട്ട് വേണ്ടുന്ന എനർജി ബാൻഡ് ഗ്യാപ്പ് കുറയും. ഈ ഗ്യാപ്പ് കുറയും. അപ്പോൾ അതാണ് എന്ത് ഫോർബിഡൻ എനർജി ഗ്യാപ്പും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് കുറയും, ചെറുതാവും. ഇനി പിന്നൊരു സംഭവമുണ്ട്, മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയർ. അതിൻ്റെ ചാർജ് കാരിയേഴ്സ് ഇപ്പോൾ ഈ ഇലക്ട്രോണും ഉണ്ട്, ഹോളും ഉണ്ട്. ആ ഇലക്ട്രോണിൻ്റെ ഹോളിൻ്റെയൊക്കെ മൊബിലിറ്റി മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റീനെയാണ് മൊബിലിറ്റി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മൊബിലിറ്റി എന്ന് പറയുന്ന സാധനം അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം ചാർജ് കാരിയേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ എന്തോരമാണ്, അതിനൊക്കെയാണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ലാറ്റിസ്, ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അകത്തുള്ള ആറ്റംസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പല ഓറിയൻറ്റേഷനിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കാനുള്ള സാധ്യത കൂടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ സ്കാറ്റർ ചെയ്ത് കളയും, അതിനെ തട്ടിത്തെറിപ്പിക്കും. ഈ ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റംസ് ഈ പറയുന്ന പോലെ അതിനെ സ്കാറ്റർ ചെയ്യും. അപ്പോൾ ആ സ്കാറ്ററിങ്ങിനുള്ള സാധ്യതയാണ് കൂടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റി കുറയും. അതിന് ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി സഞ്ചരിക്കാനുള്ള സാധ്യത കുറയും. കാരണം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഏതെങ്കിലും ആറ്റമൊക്കെ ഇതിനെ സ്കാറ്റർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എത്തണം എന്നില്ല. കണ്ടിന്യൂസ് ആ ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു ലെങ്ത് ഷോർട്ടൻ ആവും. അതായത് ഒരു സ്കാറ്ററിങ് നടക്കാതെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് അത് ഷോർട്ടൻ ആയി പോവും ഈ ടെമ്പറേച്ചർ കൂടുന്തോറും. അപ്പോൾ പെട്ടെന്ന് സ്കാറ്ററിങ് നടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ദൂരം അതിന് സഞ്ചരിക്കാൻ സാധിക്കുമായിരിക്കും സ്കാറ്ററിങ് നടക്കാതെ. അപ്പോൾ കുറച്ച് കൂടുതൽ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കാം സ്കാറ്ററിങ് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാലുള്ള ഗുണം അതാണ്. ടെമ്പറേച്ചർ കുറക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരും, മൊബിലിറ്റി കൂടും. അതേസമയം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ മൊബിലിറ്റി കുറയും. ഓക്കെ, പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഹോൾ ഇലക്ട്രോൺ പെയർസ് ആൻഡ് മൊബിലിറ്റി. രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇൻട്രിൻസിക് കോൺസെൻട്രേഷനെയും മൊബിലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യും. അതിൽ ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ കൂടും. അതായത് ഇലക്ട്രോൺ ഹോൾ പെയറുകൾ കുറേയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബിലിറ്റി കൊണ്ടുള്ള മൊബിലിറ്റി കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന കണ്ടക്ടിവിറ്റി കുറയും അല്ലേ. അപ്പോൾ മൊബിലിറ്റിയോട് ഈ പറയുന്ന പോലെ നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ കൊണ്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. ആ കണ്ടക്ടിവിറ്റി കൂടുന്ന എഫക്റ്റാണ് ഈ മൊബിലിറ്റിനേക്കാളും മുന്നിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ മുന്നിലായിരിക്കും മൊബിലിറ്റിയുടെ എഫക്റ്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ പ്രത്യേകത. കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ 4 പാരാമീറ്റേഴ്സ്, സെമി കണ്ടക്ടറിൻ്റെ 4 പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.